Hi guys, welcome back to Quick Info. ഇന്നത്തെ ക്വിക്ക് ഇൻഫോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം OET റൈറ്റിംഗ് മൊഡ്യൂളിനെ കുറിച്ചാണ്. So have to listen properly, then you will get a proper idea. Fine. So what is OET writing? OET writingനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ when you are receiving a question paper, what has to do? Actually what has to do? അതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? Alright, so just imagine that you received a question paper. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. I will show you the question paper exactly how it's look like. So ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യേണ്ടത്? Now you know that before ഒരു മോസ്റ്റ് ഒരു 80% സ്റ്റുഡൻസ് അവർക്ക് ഭയങ്കര they are eager to write something. അവർക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ അവർക്ക് പെട്ടെന്ന് തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്യണം എന്നതാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യണത്. But here, I would like to inform you that don't go ahead with your writing task very fast. Okay? Don't go ahead with your writing task very fast. Instead, what you have to do? See, question paper നമ്മൾ receive ചെയ്തു. You know that you will get 5 minutes for your reading time. എന്താ ചെയ്യണ്ടേ? ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് വായിക്കുക. So, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? From where I will start to read the question എന്ന കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നിന്നാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യം. യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ടാസ്ക് ഫസ്റ്റ്. OET അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഒരു OETയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ടാസ്ക് ഉണ്ട്, പിന്നെ കേസ് നോട്ടായിട്ട് കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്? ഓൾ റൈറ്റ്, ഫൈൻ. സോ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ടാസ്ക് ആണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ വായിക്കേണ്ട കാര്യം. ഫ്രം ദ ടാസ്ക് യു ഹാവ് ടു ഐഡന്റിഫൈ സം പോയിന്റ്സ്. ടാസ്കിൽ നിന്നാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്താ ടാസ്കിൽ ഉണ്ട്, അത് നമുക്ക് അവിടുന്ന് പിക്കപ്പ് ചെയ്യണം. സോ എന്താണ് ആ ഇൻഫോർമേഷൻ? സോ റീഡ് ദ ടാസ്ക്. ഫസ്റ്റ് തിങ്, റീഡ് ദ ടാസ്ക് വെൽ. ഓക്കെ, റീഡ് ദ ടാസ്ക് വെൽ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഇൻഫോർമേഷൻസ് ഫ്രം ദ ടാസ്ക്. എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് നിങ്ങൾ ടാസ്കിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ്, ടു ഹൂം യു ആർ റൈറ്റിംഗ്. ദാറ്റ് മീൻസ് യു ആർ റിസീവർ. ടു ഹൂം യു ആർ റൈറ്റിംഗ്. സോ യുവർ റിസീവർ ഷുഡ് ബി ദെയർ. അപ്പോൾ ആ റിസീവർ ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക ഫസ്റ്റ്. സോ എന്നാലേ നമുക്ക് നമ്മുടെ ലെറ്റർ എഴുതുന്ന ഫോമാറ്റ് അറിയാലോ. അഡ്രസ് പോർഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ ടു ഹൂം യു ആർ റൈറ്റിംഗ് എന്നുള്ള കാര്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അഡ്രസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻഫോർമേഷൻ ടു ഹൂം യു ആർ റൈറ്റിംഗ്. വെൽ, ഫൈൻ. സോ ദ നെക്സ്റ്റ് തിങ് ഈസ് യുവർ ലെറ്റർ ഷുഡ് ബി പർപ്പസ് ഓറിയന്റഡ്. യു നോ ദാറ്റ് വെൽ. ഓക്കെ, സോ വാട്ട് ഈസ് ദ എക്സാക്ട് പർപ്പസ്? നമ്മൾ ഒരാളെ റെഫർ ചെയ്യുന്നതിന്, ഒരു പേഷ്യന്റ് റെഫർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നതിന്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ മേ ബി എന്താ കംപ്ലീറ്റ് ക്യൂർഡ് ആയിരിക്കും. അല്ല നമ്മൾ ഒരു ഇപ്പോൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിൽ നിന്ന് ഒരു നഴ്സിംഗ് കെയർ ഹോമിലേക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ മേ ബി നഴ്സിംഗ് കെയർ കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടായിരിക്കും. റൈറ്റ്? ഓൾ റൈറ്റ്. സോ എന്താണ് എക്സാക്ട് പർപ്പസ്? ചിലപ്പോൾ നമ്മൾ ഹോം വിസിറ്റിനായിരിക്കും റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ പർപ്പസ് എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കേണ്ട കാര്യം. ഓൾ റൈറ്റ് സ്റ്റുഡൻസ്, ടു ഫൈൻ. So now the third information, address portion ആണ്. എന്താ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടു ഹൂം യു ആർ റൈറ്റിംഗ് ദ ലെറ്റർ എന്ന കൺസേൺ പേഴ്സണെ നിങ്ങൾക്കറിയാം. സോ ആ പേഴ്സന്റെ അഡ്രസ് പോർഷൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മേ ബി ദ ഡയറക്ടർ ആയിരിക്കാം, ഓർ വേറെ ഏതെങ്കിലും സം ഡോക്ടേഴ്സ് ആയിരിക്കാം, ഓർ എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് ആയിരിക്കാം. അപ്പോൾ അതാരാണ് എന്നുള്ള അവരുടെ നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് അഡ്രസ് പോർഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ടാസ്കിൽ നിന്നും വേണ്ടത്. ഈ ഇൻഫോർമേഷൻസ് ആണ് ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വെൽ, this is a demo question for you. In that task as well as remaining data are there. ഇതിൽ നിന്ന് ടാസ്ക് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കി ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് എടുത്തു. നൗ നമ്മൾ മൂവ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ്റെ നോർമൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ്. ക്വസ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി വേർഡ് ബൈ വേർഡ് ആയിട്ട് നിങ്ങൾ റീഡ് ചെയ്ത് എടുക്കണം. ഓരോ വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങൾ എഴുതുന്നതിലല്ല, ഒരു ലെറ്റർ എഴുതുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ വായിച്ച് അത് പ്രോപ്പർ വേയിൽ ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിന്നും ആവശ്യമുള്ള പോയിന്റ്സ് എടുത്ത് യു നോ ദ ക്രൈറ്റീരിയാസ്, റൈറ്റ്? യു ഹാവ് ടു ഗ്യാദർ ദ ഇൻഫോർമേഷൻ ഇൻ എ വെൽ മാനർ. ഓക്കെ, സോർട്ട് ഔട്ട് ദ ഇൻഫോർമേഷൻ, ഗ്യാദർ ദ ഇൻഫോർമേഷൻ ഇൻ എ വെൽ മാനർ, ദെൻ സ്ട്രക്ചർ എ ലെറ്റർ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലെറ്റർ റൈറ്റിംഗിലേക്ക് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് 30 minutes, വിത്തിൻ 20 minutes യു ക്യാൻ റൈറ്റ് എ ലെറ്റർ. പക്ഷേ അതിന്റെ പ്രിപ്പറേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ഫൈൻ. Okay, so where we start with the start. Okay, so now the case note. So case note in the starting, you know the informations will be there, right? Patient's name, patient age, and demographic data. A lot of demographic data will be there, all right.
എന്തെങ്കിലും പോയിന്റ്സ് ഇമ്പോർട്ടൻസ് ആയിട്ട് ഉള്ളതാണെങ്കിൽ now you have to sort out the information. Okay, letter start ചെയ്യുമ്പോൾ keep in mind you have to sort out the information. Which information is important for that particular person. അപ്പോൾ ഞാൻ ഈ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ആ റിസീവറിന് എന്തെങ്കിലും യൂസ് ഉണ്ടോ, പേഷ്യന്റ് കെയർ റെൻഡർ ചെയ്യാൻ എന്തെങ്കിലും യൂസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ആ ഇൻഫോർമേഷനെയാണ് നമ്മൾ റിലവന്റ് ഇൻഫോർമേഷൻ എന്ന് പറയുക. In your case note, there will be 3 kinds of information: relevant information, irrelevant information, and optional or partially relevant information. അപ്പോൾ ആ റിലവന്റ് ഇൻഫോർമേഷനെ ഒക്കെ നമ്മൾ ടിക്ക് ചെയ്ത് വെക്കും. ഓക്കെ, ജസ്റ്റ് ടിക്ക് ചെയ്ത് വെക്കാം. Now ഓപ്ഷണൽ ഇൻഫോർമേഷൻ അറിയാം. മേ ബി ദ മറൈറ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി എന്നുള്ളത് ഡോക്ടറിന്റെ സ്ട്രെങ്ത് കൂട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ചില അവസരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രം ദാറ്റ് ഇസ് വി വിൽ കോൾ ഇറ്റ് ആസ് ഓപ്ഷണൽ ഇൻഫോർമേഷൻ. ഓൾറൈറ്റ്, ഫൈൻ. സോ ഓപ്ഷണൽ ഇൻഫോർമേഷനെയും നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്ത് വെക്കാം. Now the third information എന്തുവായിരുന്നു? Irrelevant information. Exactly, irrelevant information. So irrelevant information, please strike it out. Okay, എന്താണ് സ്ട്രൈക്ക് ഇറ്റ് ഔട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങൾ തിരിച്ചു വന്ന് ഈ ക്വസ്റ്റ്യൻ ഇറിലവന്റ് ഇൻഫോർമേഷൻ വായിച്ച് ടൈം വേസ്റ്റ് ചെയ്യരുത്. Now gather the information. That's your next step. Gather the information. എന്താണോ ആ പേഴ്സണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ, അത് നമ്മൾ എന്തിനാണ് റെഫർ ചെയ്യണമെന്ന് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ പറയും. അപ്പോഴേ മനസ്സിലാവും ഓക്കെ ഈ പേഷ്യൻറ്റിനെ അപ്പോൾ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തിരിക്കുന്നത് ഇന്ന കാരണം കൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയേണ്ടത്, ഇപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയിക്കാനുള്ളത്, അവരോട് പറയാനുള്ളത്. ആ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ദാറ്റ് മേ ബി നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ടൈമിൽ ചെയ്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം നമുക്ക് നരേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പം ആ കാര്യങ്ങൾ അതിൽ വരുന്ന, അതായത് ആ ഒരു പാരഗ്രാഫ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു പാരഗ്രാഫിനകത്ത് വരുന്നത് എന്തൊക്കെ പോയിന്റ്സ് ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. Scattered informations will be there, so you have to find out the information exactly and എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്പർ ചെയ്ത് വെക്കാം. നമ്പർ ചെയ്ത് വെച്ചു. ഇപ്പം നിങ്ങൾക്ക് അറിയാം ഏതാണ്, നിങ്ങൾ 1 എന്നിട്ടുള്ള നമ്പേഴ്സിനൊക്കെ അറിയാം, 2 എന്നിട്ടുള്ള നമ്പേഴ്സ് അറിയാം, 3 എന്നിട്ടുള്ള നമ്പേഴ്സ് അറിയാം. സോ ഫ്രം ദാറ്റ് നൗ ഗ്യാദർ ചെയ്യുമ്പോൾ ഓൾ നമ്പർ ഫസ്റ്റ്, നമ്പർ 1 നിങ്ങൾ ഇട്ടിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും ഫസ്റ്റിൽ വരും, റൈറ്റ്? ഫസ്റ്റ് പാരഗ്രാഫിൽ വരും. സെക്കൻഡ് നമ്പർ 2 എന്നിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും സെക്കൻഡ് പാരഗ്രാഫിൽ വരും. നമ്പർ 3 എന്നിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും തേർഡ് പാരഗ്രാഫിൽ വരും. Now you know that how to gather the information, right? So ഇതാണ് നമ്മുടെ ഗ്യാദറിങ് ഇൻഫോർമേഷൻ. അപ്പോൾ ഇനി ഗ്യാദറിങ് കൂടാതെ തന്നെ ഇത് നമ്മൾ ഗ്യാദർ ചെയ്തതിനോടൊപ്പം ഒരു സ്റ്റെപ്പും കൂടെ ചെയ്തു, സ്ട്രക്ചർ. നമ്മുടെ മൈൻഡിൽ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി. സോ എൻ്റെ മൈൻഡിൽ ഞാൻ ആലോചിച്ചു, നന്നായിട്ട് പ്ലാൻ ചെയ്തു, how I am going to write a letter. First paragraph was first introduction, and I must include this all information. Then the second paragraph I must include this all information. Third paragraph this should be like that, and നമ്മൾ സ്ട്രക്ചർ ചെയ്തു ലെറ്റർ. ഓൾറൈറ്റ്. സോ വൺസ് ഇത്ര നന്നായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് മൈൻഡിൽ പ്രോപ്പർ സെറ്റായിട്ട് അതായത് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ലെറ്ററിലേക്ക് പോവാം. Maybe you know that you will get 5 minutes for your reading time. ഈ 5 minutes കൊണ്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളാണ് നിങ്ങളെങ്കിൽ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് വാട്ട് എവർ ഇറ്റ് മേ ബി ക്യാൻ സേ ഇറ്റ് ആസ് റീഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. അത് റീഡ് ചെയ്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് റൈറ്റിംഗ് ടാസ്ക് നിങ്ങൾ എഴുതി തുടങ്ങരുത്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ വേസ്റ്റ് ആണ്, ടൈം വേസ്റ്റ് ആയി പോവും. അങ്ങനെ തുടങ്ങരുത്. സോ റീഡ് ദ ക്വസ്റ്റ്യൻ വെൽ, ഐഡന്റിഫൈ ദ ക്വസ്റ്റ്യൻ വെൽ, ഐഡന്റിഫൈ ചെയ്ത് ദെൻ gather the sort out the information, structure the letter, then organization. അത്രയും നല്ലതായിട്ട് ലെറ്റർ ഓർഗനൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ OETയുടെ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യേണ്ട വിധവും അതിൽ നിന്ന് ഇൻഫോർമേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട വിധം. സോ ഇത്രയാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. ഇഫ് യു വാണ്ട് മോർ ഇൻഫർമേഷൻ ജസ്റ്റ് ഡ്രോപ്പ് എ കമന്റ് സോ ദാറ്റ് ഐ ക്യാൻ റീച്ച് യു സൂൺ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ് വെൽ ഫീൽ ടു കോൺടാക്ട് മീ. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഓക്കെ, വെൽ സോ ഐ ഹോപ്പ് എവ്രിവൺ നമ്മൾ ഇത് ഫോളോ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.